ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസ് വ്ളോഗ്. ഇന്ന് നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ മല്ലിച്ചപ്പ്, മുളക്, സവോള, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. നമുക്കൊരു പാന് ഗ്യാസിൻ്റെ അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും സവോളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ കുറച്ച് പേസ്റ്റ് മതി. അതും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഇത് വഴന്ന് റെഡി ആയിട്ടുണ്ടാകും. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് ആകുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. മല്ലിച്ചപ്പ് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. ദോശ ഇങ്ങനെ നന്നായിട്ട് ചെറുതാക്കി പരത്തി കൊടുക്കുക. എല്ലാ സൈഡും ഒരേ കനത്തിൽ വരാൻ കഴിയുന്നതും ശ്രദ്ധിക്കണേ. ദോശക്കല്ലിൽ ചൂടൊട്ടും കൂടാൻ പാടില്ല. ചൂട് കൂടിപ്പോയാൽ നമുക്ക് പരത്താൻ പറ്റത്തില്ല. അപ്പോൾ ചൂട് കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തിളച്ചിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊരു ചെറിയ ഇച്ചിരി നെയ്യൊന്ന് തൂക്കി കൊടുക്കാവേ. അപ്പം എല്ലാ സൈഡിലും ചൂടെത്തി ഒരു ബ്രൗണിഷ് കളറായി തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്കിതിനകത്തോട്ട് തേച്ച് വെച്ചിട്ട് നമുക്ക് ദോശ രണ്ടാക്കി മടക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്.